പാറക്കെട്ടുകൾക്കിടയിലൂടെയും വലിയ കല്ലുകൾക്കിടയിലൂടെയും ഉണ്ടായിരുന്ന പുല്ല് മുളയ്ക്കാത്ത വഴിയിലൂടെ അവൾ ചെങ്കുത്തായ ആ മല ഓടിക്കയറാൻ തുടങ്ങി. അവളുടെ കാലടികളെ പിന്തുടരുന്ന പോലെ അയാളും അവളുടെ പിന്നിലായി ഓടിയെങ്കിലും അവളേക്കാൾ കുറച്ചധികം പിറകിലായിരുന്നു അയാൾ. ഏയ്, നിൽക്കാൻ! എന്നെ നീ കാണുന്നില്ലേ? കിതപ്പിനെ വകവയ്ക്കാതെ അയാൾ അവളെ പിന്തുടരാൻ ശ്രമിച്ചെങ്കിലും അയാളുടെ കാലുകളുടെ വേഗത കുറഞ്ഞപ്പോൾ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. പക്ഷേ അവൾ അയാളുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ ഓട്ടം തുടർന്നു. അയാൾ ആ മലമുകളിൽ എത്തുന്നതിന് മുന്നേ അവൾ മലമുകളിലെത്തിയിരുന്നു. കിതച്ചുകൊണ്ട് അയാളും എങ്ങനെയോ ആ മലമുകളിൽ എത്തിച്ചേർന്ന് അവളെ നോക്കുമ്പോൾ അവൾ ആ മലയുടെ ഒരു അഗ്രഭാഗത്തുണ്ടായിരുന്ന വലിയൊരു പാറയുടെ മുകളിൽ നിന്നുകൊണ്ട് താഴേക്ക് അതിവിജനമായ കൊക്കയിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. അവളെ നോക്കി എന്തോ പറയാൻ അയാൾ ശ്രമിച്ചെങ്കിലും കിതപ്പിന്റെ കാഠിന്യത്തിൽ അയാളുടെ ചുണ്ടുകളുടെ ഉള്ളിൽ നിന്നും ശബ്ദമൊന്നും പുറത്തേക്ക് വന്നില്ല. അവൾ ആ പാറയുടെ മുകളിലുണ്ടായിരുന്ന ഒരു കല്ല് കാലുകൊണ്ട് താഴേക്ക് തട്ടിയിട്ടു. എന്നിട്ട് ആ കല്ല് മലയുടെ വശങ്ങളിൽ തട്ടിയും ഉരഞ്ഞും താഴേക്ക് പോകുന്ന കാഴ്ച കണ്ട് പുഞ്ചിരിയോടെ അവനെ നോക്കി. സമന്യെ സൂക്ഷിച്ച്! അവളുടെ നിൽപ്പ് കണ്ടപ്പോൾ അയാൾ അവളോട് പറഞ്ഞു. അവൾ അവനെ നോക്കിക്കൊണ്ട് വീണ്ടും പുഞ്ചിരിച്ച് വീണ്ടും ഒരു സ്റ്റെപ്പ് പിന്നിലേക്ക് വച്ചു. സമന്യ, നീ എന്താ കാണിക്കുന്നേ? അവിടെ നിന്ന് താഴേക്കിറങ്ങാൻ! താഴേക്ക് വീണ പൊടി പോലും കിട്ടില്ല! അല്പം ശബ്ദമുയർത്തി അയാൾ അവളോട് പറഞ്ഞു. അവൾ അയാൾ പറഞ്ഞത് ശ്രദ്ധിക്കാതെ വീണ്ടും ഒരു സ്റ്റെപ്പ് പിറകിലേക്ക് വച്ചു. സമന്യ, നിനക്ക് കാര്യം പറഞ്ഞ മനസ്സിലാവില്ലേ? അവിടുന്ന് താഴേക്കിറങ്ങാൻ! അയാൾ അവളുടെ അടുത്തേക്ക് നടക്കുന്നതിനിടയിൽ അവളോട് പറഞ്ഞു. എന്റെ അടുത്തേക്ക് വരരുത്! വന്നാ ഞാൻ ഇപ്പൊ താഴേക്ക് ചാടും! ആ പാറയുടെ അഗ്രഭാഗത്ത് നിന്നുകൊണ്ട് അവൾ അയാളോട് പറഞ്ഞു. സമന്യ, നിനക്ക് എന്താ പറ്റിയേ? കളിക്കാൻ നിൽക്കാതെ താഴേക്കിറങ്ങിയേ! അയാൾ ശാന്തമായി അവളോട് പറഞ്ഞു. സമന്യയോ? അതാരാ? ഞാൻ സമന്യയല്ല! മുഖത്തെ പുഞ്ചിരി മാച്ചു കളഞ്ഞുകൊണ്ട് അവൾ അവനോട് പറഞ്ഞു. ദേ, മനുഷ്യനെ വട്ടാക്കുന്നതിന്റെ പരിധിയൊക്കെ ഉണ്ട്. കളിക്കാൻ നിൽക്കാതെ താഴേക്കിറങ്ങാൻ! അയാൾ അല്പം ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു. നീ ആരാ എന്നോട് കൽപ്പിക്കാൻ? ഒരടി കൂടി നീ മുന്നോട്ട് വന്നാ ഞാൻ താഴേക്ക് ചാടും! അവൾ മലമുകളിൽ നിന്നും താഴേക്ക് നോക്കിക്കൊണ്ട് അയാളോട് പറഞ്ഞു. സമന്യ! അവളെ അങ്ങനെ വിളിക്കുമ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഞാൻ ഒരു വട്ടം പറഞ്ഞു ഞാൻ സമന്യയല്ലെന്ന്. ഇനി എന്നെ അങ്ങനെ വിളിക്കരുത്! അവളുടെ മുഖം കോപം കൊണ്ട് ജ്വലിക്കുകയായിരുന്നു അത് പറയുമ്പോൾ. നീ സമന്യയല്ലെന്നോ? പിന്നെ നീ ആരാ? അയാൾ അവളുടെ അടുത്തേക്ക് നടക്കുന്നതിനിടയിൽ അവളോട് ചോദിച്ചു. ഞാനോ? ഞാൻ ആരാണെന്ന് കാണണോ? അവൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അയാളോട് പറഞ്ഞു. അയാൾ അവളെ നോക്കി നിൽക്കുന്നതിനിടയിൽ അവളുടെ രൂപവും വേഷവും മാറുവാൻ തുടങ്ങി. അവളുടെ രൂപം മഞ്ഞ ചുരിദാറിൽ നിന്ന് മാറി ഒരു വെളുത്ത വസ്ത്രമായി. ശേഷം പതിയെ പതിയെ ആ വസ്ത്രത്തിൽ ചുവന്ന നിറം പടരുന്നത് അയാൾ വ്യക്തമായി കണ്ടു. അയാൾ അവളുടെ മുഖത്തേക്ക് വീണുകിടക്കുന്ന മുടിയിഴകൾക്കുള്ളിലൂടെ അവളുടെ മുഖത്തേക്ക് നോക്കിയെങ്കിലും മുഖം വ്യക്തമായി അയാൾക്ക് കാണാനില്ലായിരുന്നു. അയാളുടെ മുഖത്തെ ഭയം കണ്ടപ്പോൾ അവൾ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. സമന്യ അവളെ നോക്കിക്കൊണ്ട് ഒരു വിങ്ങലോടെ പറഞ്ഞു. അവൾ അയാളെ നോക്കി അട്ടഹസിച്ചുകൊണ്ട് കാലുകൾ പിന്നിലേക്ക് പതിയെ പതിയെ വെക്കാൻ തുടങ്ങി. സമന്യ! ചാർലി അലറിക്കൊണ്ട് സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റു. എന്നിട്ട് ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് ബെഡിന്റെ അരികിലുണ്ടായിരുന്ന ടൈം പീസിലേക്ക് നോക്കി. ടൈം പീസിൽ സമയം ഇപ്പോൾ 7:30 ടൈം പീസിന്റെ ഓരത്തായി ഉണ്ടായിരുന്ന ചാർലിയുടെ വിവാഹ ഫോട്ടോയിലേക്ക് ഒന്ന് നോക്കി. കണ്ണുകൾ കൈകൊണ്ട് തിരുമിയ ശേഷം ബെഡിൽ നിന്ന് കാലുകൾ തറയിലേക്ക് എടുത്തു വെക്കുമ്പോഴാണ് കയ്യിൽ ചായ ഗ്ലാസുമായി സമന്യ അവിടേക്ക് വരുന്നത്. ഇന്നും അതേ സ്വപ്നമായിരുന്നോ? ഇന്നും ഞാൻ ആ മലമുകളിൽ നിന്ന് താഴേക്കെടുത്ത് ചാടിയോ? ചായ ഊതി കുടിക്കുന്നതിനിടയിൽ സമന്യ ചാർലിയോട് ചോദിച്ചു. കണ്ണുകളിലെ ഉറക്കം വിട്ടൊഴിയാതെ ചാർലി ഒന്ന് മൂടി. ശേഷം തുടർന്നു. നമുക്കെന്തോ അരുതാത്തത് സംഭവിക്കാൻ പോകുന്നു എന്റെ മനസ്സ് പറയുന്നു സമന്യ. ഈ സ്വപ്നങ്ങൾ ഒരു പക്ഷേ അതിന്റെ തുടക്കമായിരിക്കും എന്നൊരു തോന്നൽ. പറയാൻ വന്നതെന്തോ മുഴുവനാക്കാതെ ചാർലി അവളോട് പറഞ്ഞു. ചാർലിക്ക് എന്താ ശരിക്കും പറ്റി? ആ രക്തപ്പവിഴം കണ്ടെത്തിയത് മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു ചാർലിയിൽ വന്ന മാറ്റങ്ങൾ. ചാർലി എന്തിനെയോ ഭയക്കുന്നു വല്ലാതെ. ചാർലിയുടെ തോളിൽ കൈവച്ചുകൊണ്ട് അവൾ പറഞ്ഞു. എനിക്കറിയില്ല സമന്യ, ഇപ്പൊ തോന്നുന്നു ഒന്നും വേണ്ടായിരുന്നെന്ന്. അന്ന് ജോർദാനെ മറ്റേതെങ്കിലും വഴിയിലൂടെ രക്ഷിക്കായിരുന്നു. ആ രക്തപ്പവിഴം ഒരു ശാപം പോലെ നമ്മളെ പിന്തുടരുകയാണ്. എത്ര കാലം സാലിയരുടെ അനിയൻ ദിമിത്രിയെ ഭയന്ന് ജീവിക്കും? സാലിയരുടെ മരണത്തിന് കാരണം നമ്മളാണെന്നല്ലേ അയാളുടെ ധാരണ. സത്യം പറഞ്ഞ അയാളെ ഭയന്നുകൊണ്ടുള്ള ഈ ഓട്ടം എനിക്ക് മടുത്തു സമന്യ. അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചാർലി പറഞ്ഞു. ഏയ്, എന്താ ചാർലി ഇത്? ഏതൊരു പ്രതിസന്ധിയും വളരെ കൂളായി നേരിടുന്ന ഈ ചാർലിക്ക് എന്താ ശരിക്കും പറ്റിയേ? അനിയന് വേണ്ടി റിസ്ക് ആണെന്ന് അറിഞ്ഞിട്ടും രക്തപ്പവിടം തേടി പോകാനൊരുങ്ങിയതും
എല്ലാ പ്രതിസന്ധികളെയും തകർത്തെറിഞ്ഞ് ഒടുവിൽ അറബിക്കടലിന്റെ ആഴങ്ങളിലേക്ക് കുതിച്ച് രക്തപ്പവിഴം കണ്ടെത്തിയ ആ ചാർലിയിൽ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഒരിക്കൽ ചാർലിയോടുള്ള എൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞ അന്ന് ചാർലി എന്നോട് ചോദിച്ചില്ലേ, എന്താണ് ചാർലിയെ ഞാൻ ഇഷ്ടപ്പെടാൻ കാരണമെന്ന്? അന്ന് ഞാൻ അതിനുത്തരം തന്നില്ല. എന്നാൽ ഇപ്പൊ പറയുന്നു, ഏതൊരു പ്രതിസന്ധികളെയും ചിരിച്ചുകൊണ്ട് നേരിടാനുള്ള ആ മനോഭാവം, അതിനെയാണ് ഞാൻ ഇഷ്ടപ്പെട്ടത്. ആ ചാർലിയാ ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ എൻ്റെ മുന്നിലിരിക്കുന്നത്. ചാർലിയുടെ വിരലുകളിൽ അവളുടെ വിരലുകൾ കോർത്തുകൊണ്ട് അവൾ അവനോട് പറഞ്ഞു. പെട്ടെന്നാണ് വീടിന്റെ മുന്നിൽ ഒരു ജീപ്പ് വന്നു നിൽക്കുന്ന ശബ്ദം അവർ കേട്ടത്. ചാർലിയാണ് മുന്നിലെ ഡോറ് തുറന്നത്. ചാർലി, എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടുന്ന് മാറണം. ദിമിത്രി, അയാൾക്ക് എങ്ങനെയോ നിങ്ങൾ ഇവിടെ ഉണ്ടെന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ട്. ഏത് സമയവും അയാളും അയാളുടെ ഗുണ്ടകളും ഇവിടെ എത്താം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കൈ കിട്ടിയതെടുത്തുകൊണ്ട് ഇവിടുന്ന് മാറണം. വീടിനകത്തേക്ക് കയറിയ ഉടനെ ഡോർ അടച്ചുകൊണ്ട് പോൾ ചാർലിയോട് പറഞ്ഞു. ഇല്ല മാവ, എനിക്കിനി ഓടാൻ വയ്യ. ഒരുപാടായി ഞാൻ സഹിക്കുക. ഇനി വയ്യ, ഇനി എനിക്ക് ഓടാൻ വയ്യ, ചാർലി പോളിനോട് പറഞ്ഞു. ചാർലി, നിനക്ക് അയാളെ പറ്റി ശരിക്കും അറിയില്ല. നിന്നെ കൈ കിട്ടിയാൽ ആ നിമിഷം അയാൾ നിന്നെ കൊല്ലും. പറയുന്ന കേക്ക്. കുറച്ചുനാൾ കൂടിയും ഈ ഒളിച്ചോട്ടം തുടർന്നേ പറ്റൂ. സമന്യ, നീ ഒന്ന് ഇവനോട് പറ. സമന്യയെ നോക്കിക്കൊണ്ട് പോൾ പറഞ്ഞു. ചാർലി, ലിസൺ ടു ഹിം. നമുക്കിവിടെ നിന്നും അയാളുടെ കണ്ണുകൾ എത്താത്ത ഒരിടത്തേക്ക് മാറാം. അവിടെ ആരെയും ഭയക്കാതെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ നമുക്ക് ജീവിക്കാം. ദയവായി അമ്മാവൻ പറയുന്നത് കേൾക്കൂ, ചാർലിയുടെ അടുത്തേക്ക് നടന്നു വന്നുകൊണ്ട് സമന്യ പറഞ്ഞു. സമന്യ, റണ്ണിങ് ഈസ് നോട്ട് ഫ്രീഡം. യു ഷുഡ് നോ ദാറ്റ്. സോ നോ മോർ റണ്ണിങ്. എനിക്കിനി ഭീരുക്കളെ പോലെ ഒളിച്ചോടാൻ വയ്യ. അല്പം ശബ്ദമുയർത്തിക്കൊണ്ടാണ് ചാർലി അത് പറഞ്ഞത്. പ്ലീസ് ചാർലി, നിന്നെ കൊന്നുകളയൂടാ അവര്. ഇതിനൊരു ഒളിച്ചോട്ടമായിട്ട് കാണണ്ട. കുറച്ചുനാൾ മറ്റൊരിടത്തേക്ക് മാറി താമസിക്കുന്നു. അങ്ങനെ കണ്ടാ മതി. അയാളുമായ ഒരു അനുരഞ്ജനത്തിന് ഞാൻ ശ്രമിക്കുന്നുണ്ട്. അതുവരേക്കും നീ മാറി നിൽക്കണം. സമന്യ, എടുക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്നെടുത്തോ. ചാർലിയെ ഒരു തരത്തിൽ സമാധാനിപ്പിച്ചുകൊണ്ട് പോൾ പറഞ്ഞു. അപ്പൊ അമ്മാവും വരുന്നില്ലേ? അപ്പോ ജോർദാൻ? ചാർലി പോളിനോട് ചോദിച്ചു. ഈ കിളവനെ അവരെന്ത് ചെയ്യാനാ? പിന്നെ അവർക്ക് വേണ്ടത് നിന്നെയാ. അതുകൊണ്ട് ജോർദാനെ അവരൊന്നും ചെയ്യില്ല. പോൾ അത് പറഞ്ഞു തീർത്തതും സമന്യ ബാഗ് പാക്ക് ചെയ്തുകൊണ്ട് അവരുടെ അടുത്തേക്ക് എത്തിയിരുന്നു. ഇതാണ് അഡ്രസ്. കുന്നംകുളത്ത് നിന്ന് അവിടേക്ക് ഏകദേശം 7 മണിക്കൂർ യാത്രയുണ്ട്. മാത്രമല്ല, പെട്ടെന്നൊന്നും ദിമിത്രിയുടെ കണ്ണുകൾ നിങ്ങളെ തേടി അവിടെ എത്തില്ല. അഡ്രസ്സ് ചാർലിക്ക് കൊടുക്കുന്നതിനിടയിൽ പോൾ പറഞ്ഞു. പിന്നെ ഇരുട്ട് വീഴുന്നതിന് മുമ്പ് അവിടെ എത്താൻ ശ്രമിക്കണം. ഒരു കാടിനുള്ളിലൂടെ വേണം പോവാൻ. അതുകൊണ്ട് സൂക്ഷിക്കണം. ഒരു മുന്നറിയിപ്പ് പോലെ പോൾ അവരോട് പറഞ്ഞു. പോളിന്റെ കയ്യിൽ നിന്നും അഡ്രസ് വാങ്ങിക്കൊണ്ട് ചാർലി ജീപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ എല്ലാം ശരിയായ നിങ്ങളെ ഞാൻ അറിയിക്കാം. അപ്പോൾ മാത്രമേ തിരിച്ചു വരാവൂ. ശരി അമ്മാവ, ജീപ്പിന്റെ ഗിയർ മാറ്റുന്നതിനിടയിൽ ചാർലി പറഞ്ഞു. കാട് തുടങ്ങുന്ന ചെക്ക് പോസ്റ്റിന്റെ അടുത്ത് അവരെത്തുമ്പോൾ സമയം രാത്രി 12 കഴിഞ്ഞിരുന്നു. സമന്യ, അങ്ങോട്ട് നോക്കി. അകലെ നിന്നും ചെക്ക് പോസ്റ്റ് കണ്ടപ്പോൾ ചാർലി സമന്യയോട് പറഞ്ഞു. ചാർലി ജീപ്പ് ചെക്ക് പോസ്റ്റിന് കുറച്ച് മുന്നിലായി നിർത്തിയ ശേഷം ചെക്ക് പോസ്റ്റിന് സമീപമായി ഉറങ്ങിക്കൊണ്ടിരുന്ന പാറാവുകാരനെ നോക്കി. അയാള് നല്ല ഉറക്കമാണ്. സമയം ഇപ്പോൾ 12:05. അയാളെ ഉണർത്തിയ നേരം ഇത്രയും വൈകിയതുകൊണ്ട് ഒരു പക്ഷേ അയാളെ നമ്മളെ കടത്തിവിടാനിടയില്ല. ചാർലി വളരെ പതുക്കെ സമന്യയോട് പറഞ്ഞു. അതുകൊണ്ട്? അവൾ ചാർലി എന്താണ് പറയാൻ പോകുന്നതെന്ന് മനസ്സിലാകാതെ അവനോട് ചോദിച്ചു. അതുകൊണ്ട് അയാളെ ഉണർത്താതെ നമ്മൾ പോകുന്നു. ഞാൻ പതിയെ പോയി ചെക്ക് പോസ്റ്റ് തുറക്കാം. നീ ഇവിടെ തന്നെ ഇരിക്കെ. ചാർലി അത്രയും പറഞ്ഞുകൊണ്ട് ജീപ്പിൽ നിന്നിറങ്ങി ചെക്ക് പോസ്റ്റ് നോക്കി നടന്നു. ആദ്യം പാറാവുകാരന്റെ അടുത്തേക്ക് പതിയെ നടന്ന ചാർലി അയാൾ ഉറക്കത്തിൽ തന്നെയാണെന്ന് ഉറപ്പുവരുത്തി ചെക്ക് പോസ്റ്റ് തുറന്നു. ശേഷം വണ്ടിയിലേക്ക് ഓടിയ ചാർലി പെട്ടെന്ന് ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത് ചെക്ക് പോസ്റ്റ് താണ്ടി കാടിനകത്തേക്ക് പ്രവേശിച്ചു. യാദൃച്ഛികമായി റിയർവ്യൂ മിററിൽ നോക്കിയ ചാർലി കണ്ടത് അടഞ്ഞുകൊണ്ടിരിക്കുന്ന ചെക്ക് പോസ്റ്റിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ചാർലിയുടെ ജീപ്പിനെ നോക്കി നിൽക്കുന്ന പാറാവുകാരനെയാണ്. ചാർലി മിററിൽ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ജീപ്പിന്റെ വേഗത കൂട്ടി. അയാൾ നമ്മളെയാണല്ലോ നോക്കി നിൽക്കുന്നേ. മിററിലേക്ക് നോക്കിയ ചാർലിയുടെ നോട്ടം കണ്ടപ്പോൾ സമന്യ പറഞ്ഞു. ചാർലി അതിനൊന്ന് മൂളുക മാത്രമേ ചെയ്തുള്ളൂ. കാടിന്റെ നിശബ്ദതയെ ഭംഗം വരുത്തുന്ന ചീവീടുകളുടെ അലയടിക്കുന്ന കരച്ചിലിനെ ഭേദിച്ചുകൊണ്ട് ചാർലിയുടെ ജീപ്പ് ആ വഴിയിലൂടെ അതിവേഗത്തിൽ ഓടിക്കൊണ്ടിരുന്നു. ചാർലിയുടെ ജീപ്പിന് ഫോഗ് ലൈറ്റുകൾ ഇല്ലാത്തതിനാൽ മഞ്ഞു വീണ് കിടക്കുന്ന ആ റോഡിൽ കാഴ്ചകൾ പലതും വികലമായിരുന്നു. അതുകൊണ്ട് തന്നെ ജീപ്പിന് മുന്നിലെ ഏതാനും കാഴ്ചകളെ ചാർലിക്ക് വെളിച്ചം കുറഞ്ഞ ലൈറ്റിൽ കാണുവാൻ സാധിച്ചിരുന്നുള്ളൂ. അപ്പോൾ ജീപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ റോഡിന് മധ്യത്തിൽ എന്തോ കണ്ടപ്പോൾ ചാർലി പെട്ടെന്ന് ജീപ്പിന്റെ സ്റ്റിയറിംഗ് ഇടത്തോട്ടേക്ക് വെട്ടിച്ചു. ആ നിമിഷം നിയന്ത്രണം വിട്ട ജീപ്പ് വട്ടത്തിലൊന്ന് കറങ്ങി റോഡിന് ഇടതുവശം ചേർന്ന് നിന്ന ഒരു മരത്തിനെ തൊട്ടില്ല എന്ന രീതിയിൽ വന്നു നിന്നു. അറിയോ ഓക്കെ? സമന്യയെ നോക്കിക്കൊണ്ട് ചാർലി ചോദിച്ചു.
അവൾ ഭയന്നെങ്കിലും അവൾ ഓക്കെയാണെന്ന രീതിയിൽ തലയാട്ടി. എന്താ അത്? റോഡിന് മധ്യത്തിലുണ്ടായിരുന്ന ഒരു ജീവിയെ നോക്കിക്കൊണ്ട് സമന്യ ചോദിച്ചു. അത് പെട്ടെന്ന് റോഡിലേക്ക് കടക്കുകയായിരുന്നു. ജീപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതിനിടയിൽ ചാർലി പറഞ്ഞു. ജീപ്പിന്റെ ലൈറ്റ് ആ ജീവിയുടെ മുഖത്തേക്ക് കൃത്യമായി തന്നെ അടിച്ചു. ലൈറ്റിന്റെ പ്രകാശത്തിൽ അവർക്കതിന്റെ രൂപം വ്യക്തമായി കാണാൻ കഴിഞ്ഞു. പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന കണ്ണുകൾ, വായയിൽ നിന്ന് പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന നാക്ക്, നീണ്ട വാൽ, നീളമാണെങ്കിൽ മുതലയോളം വരും. അതുപോലെ കാട്ടുപന്നിയുടെ ഉയരവും. അതിന്റെ പുറത്തേക്ക് നീണ്ടുനിന്ന നാക്കിൽ ഇരയെ കണ്ടുകിട്ടിയ സന്തോഷവും ഇരയെ ആക്രമിക്കാനുള്ള ആസൂത്രണം നടക്കുന്നതും ചാർലി മനസ്സിലാക്കി. നാക്ക് പുറത്തേക്ക് നീട്ടിപ്പിടിച്ച് അത് അവരുടെ അടുത്തേക്ക് പതിയെ പതിയെ വരാൻ തുടങ്ങി. മുതലയാണോ അത് ചാർലി? അതിന്റെ വരവ് കണ്ട് സമന്യ ചോദിച്ചു. അല്ല, ഉടുമ്പാണെന്ന് തോന്നുന്നു. ചാർലി സംശയത്തോടെ അവൾക്ക് മറുപടി നൽകി. ഇത്രയും വലിയ ഉടുമ്പോ? ചാർലി പറയുന്നത് വിശ്വാസമാവാതെ അവൾ തിരിച്ചു ചോദിച്ചു. അപ്പോഴേക്കും അത് അവരുടെ കുറച്ചുകൂടെ മുന്നിലേക്ക് എത്തിയിരുന്നു. ചാർലി, ഇത് ഉടുമ്പൊന്നുമല്ല. ഉടുമ്പ് മനുഷ്യരെ ആക്രമിക്കില്ല. മാത്രമല്ല, ഉടുമ്പിന് ഇത്ര വലിപ്പം കാണുകയില്ല. അത് നമ്മുടെ അടുത്തേക്ക് തന്നെയാ വരുന്നേ. ചാർലി, വേഗം ജീപ്പ് പിറകിലേക്ക് എടുക്ക്. ഭയത്തോടെ ചാർലിയുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് സമന്യ പറഞ്ഞു. ചാർലി ജീപ്പിന്റെ റിവേഴ്സ് എടുക്കാൻ ശ്രമിച്ചെങ്കിലും ഗിയർ മാറാൻ കഴിയാതെ വണ്ടി അങ്ങനെ തന്നെ നിന്നു. സമന്യ, ഗിയർ മാറാൻ കഴിയുന്നില്ല. അത് ബ്ലോക്ക് ആയെന്ന് തോന്നുന്നു. ഗിയർ ലിവറിൽ പിടിച്ചുകൊണ്ട് ചാർലി പറഞ്ഞു. ചാർലി, അതെടുത്തെത്തി. പെട്ടെന്ന് ചാർലി, പെട്ടെന്ന്. ഒരു കരച്ചിലോടെയാണ് അവൾ അങ്ങനെ പറഞ്ഞത്. ഗിയർ വീഴുന്നില്ല സമന്യ. ഭയവും വെപ്രാളവും കലർന്ന പോലെ ചാർലിയും പറഞ്ഞു. ആ ജീവി അവരുടെ അടുത്തേക്ക് എത്താറായി. അതിന്റെ ചുവന്ന കണ്ണുകൾ അവരെ തന്നെ നോക്കി വന്നു. പെട്ടെന്നാണ് പുറകിൽ നിന്നൊരു ഹോണടിയും ബൈക്കിന്റെ ശബ്ദവും അവർ കേൾക്കുന്നത്. ബൈക്കിന്റെ ശബ്ദത്തിന് കാതുകൊടുത്തപ്പോൾ അതൊരു ബുള്ളറ്റിന്റെ ശബ്ദമാണെന്ന് ചാർലിക്ക് മനസ്സിലായി. ആ ബുള്ളറ്റിന്റെ വെളിച്ചം ജീവിയുടെ കണ്ണുകളിലടിച്ചതും അത് പ്രത്യേകമായൊരു ശബ്ദമുണ്ടാക്കി ആ കാടിനുള്ളിലേക്ക് മറഞ്ഞു. ആ ബുള്ളറ്റ് പതിയെ ചാർലിയുടെ ജീപ്പിനടുത്ത് വന്നു നിന്നു. ഹേയ്, ആർ യു ഓക്കേ? എന്താ ഈ സമയത്ത് ഇവിടെ? ബുള്ളറ്റിൽ വന്നയാൾ ചാർലിയോട് ചോദിച്ചു. ഞങ്ങൾ അത് പിന്നെ ചാർലി വ്യക്തമല്ലാത്ത രീതിയിൽ മറുപടി കൊടുത്തു. സൂക്ഷിക്കണം, ഈ കാടിനെയും ഇവിടെയുള്ള ആളുകളെയും. അയാൾ ഒരു മുന്നറിയിപ്പ് പോലെ ചാർലിയോട് പറഞ്ഞു. ഗിയർ എങ്ങനെയോ ബ്ലോക്കായി. ഗിയർ മാറാൻ കഴിയുന്നില്ല. ഗിയറിൽ നോക്കി അത് മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് ചാർലി പറഞ്ഞു. പക്ഷേ പെട്ടെന്ന് ഗിയറിന്റെ ബ്ലോക്ക് മാറുകയും ഗിയർ മാറാൻ കഴിയുകയും ചെയ്തു. ശേഷം ചാർലി തിരിഞ്ഞ് അയാളെ നോക്കിയപ്പോൾ അയാളും ആ ബുള്ളറ്റും അവിടെ നിന്നും അപ്രത്യക്ഷമായിരുന്നു. അയാളെവിടെ? മാഞ്ഞുപോയോ? ജീപ്പിനുള്ളിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന ചാർലിയോട് സമന്യ ചോദിച്ചു. അറിയില്ല. ഗിയർ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് ചാർലി അവൾക്ക് മറുപടി നൽകി. ചാർലിയുടെ ജീപ്പ് വീണ്ടും മുന്നോട്ട് കുതിച്ചു. കാട് അവസാനിക്കുന്നയിടത്ത് പോണക്കാട് എസ്റ്റേറ്റ് സ്റ്റാർട്ട് ചെയ്തത് ഇരുട്ടിന്റെ തീവ്രത കൊണ്ട് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ജീപ്പ് വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പെട്ടെന്നാണ് വലിയൊരു ശബ്ദം കേട്ടത്. ജീപ്പിന്റെ വേഗത പതിയെ കുറയുന്നത് ചാർലി അറിഞ്ഞു. ഇരുട്ടുമൂടി ആ പാതയിൽ ജീപ്പ് പതിയെ നിന്നു. എന്തൊരു ചാർലി? സമന്യ ചാർലിയോട് ചോദിച്ചു. ടയറ് പൊട്ടിയെന്ന് തോന്നുന്നു. വണ്ടിയിൽ നിന്നിറങ്ങി ജീപ്പിന്റെ പുറകിലെ ടയറിൽ നോക്കിക്കൊണ്ട് ചാർലി പറഞ്ഞു. ഓ ദൈവമേ, ഇനിയിപ്പോ എന്ത് ചെയ്യും ചാർലി? സ്റ്റെപ്പിന് ടയറുണ്ട്, മാറ്റിയിടണം. ഒരു ലിവറും ടയറും ടോർച്ചും എടുത്ത് പൊട്ടിയ ടയറിന്റെ അടുക്കിലേക്ക് നടക്കുന്നതിനിടയിൽ ചാർലി പറഞ്ഞു. സമന്യയും ചാർലിയെ സഹായിക്കാൻ എന്ന പോലെ ജീപ്പിൽ നിന്നിറങ്ങി അവന്റെ അടുത്തേക്ക് നടന്നു. പൊട്ടിയ ടയർ ഊരുന്നതിനിടയിലാണ് ഒരു മുരൾച്ച അവർ രണ്ടുപേരും കേൾക്കുന്നത്. ചാർലി മുരൾച്ച കേട്ട ഭാഗത്തേക്ക് ടോർച്ചടിച്ചു നോക്കി. പക്ഷേ ഒന്നും അവർക്ക് കാണാൻ സാധിച്ചില്ല. പതിയെ പതിയെ ആ മുരൾച്ചയുടെ തീവ്രത കൂടിക്കൂടി വന്നു. ചാർലി, സമന്യ ഭയത്തോടെ ചാർലിയുടെ കൈകളിൽ പിടിച്ചു. ചാർലി അപ്പോഴും ശബ്ദം കേട്ട ദിക്കിലേക്ക് ടോർച്ച് അടിച്ചു പിടിച്ചിരിക്കുകയായിരുന്നു. ടോർച്ചിന്റെ വെളിച്ചത്താൽ അവർ മുരൾച്ചയുടെ ഉറവിടത്തെ കണ്ടു. അല്പം മുൻപ് റോഡിൽ കണ്ട അതേ ജീവി തന്നെയായിരുന്നു അത്. ടോർച്ചിന്റെ വെളിച്ചത്തിൽ അതിന്റെ രക്തനിറമുള്ള കണ്ണുകളും പുറത്തേക്ക് ഉന്തി നീണ്ടു നിൽക്കുന്ന നാക്കും അവർ വ്യക്തമായി കണ്ടു. അത് പതിയെ പതിയെ അവരുടെ അടുത്തേക്ക് നടന്നു. ചാർലി, എനിക്ക് പേടിയാവുന്നു. ചാർലിയുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു. അത് അവരെ നോക്കി അലറിക്കൊണ്ട് അവരുടെ മേലേക്ക് ഒറ്റച്ചാട്ടം. ചാർലി അപ്പോഴേക്കും സമന്യയെ ഒരു വശത്തേക്ക് തള്ളിയിട്ടു. ചാർലി മറുവശത്തേക്കും ചാടി. അതിന്റെ തല ജീപ്പിന്റെ മുകളിൽ വന്നിടിച്ചു. അത് വീണ്ടും അലറിക്കൊണ്ട് ചാർലിയെ നോക്കി. അതിനുശേഷം നിലത്ത് വീണുകിടക്കുന്ന സമന്യയുടെ അടുത്തേക്ക് ഒരു മുരൾച്ചയോടെ നടന്നു. അതിന്റെ വരവ് കണ്ടെന്നോണം സമന്യ പതിയെ നിലത്തിലൂടെ പിന്നിലേക്ക് ഇഴഞ്ഞു. ചാർലി, അതിന്റെ വരവ് കണ്ട് അവൾ അവനെ നോക്കി നിലവിളിക്കാൻ തുടങ്ങി. അത് അവളുടെ അടുത്തെത്തി ആക്രമിക്കാൻ ഒരുങ്ങിയതും ചാർലി നിന്നിടത്തു നിന്ന് ആ ജീവിയെ നോക്കി ഒരു ഒറ്റ ചാട്ടമായിരുന്നു.
ആ നിമിഷം വായുവിലൂടെ പറന്ന ചാർലിയുടെ കയ്യിലെ വലിയൊരു കല്ല് ആ ജീവിയുടെ തല ലക്ഷ്യമാക്കി പതിച്ചു. ആ ജീവി ഒരു മോങ്ങലോടെ മറുവശത്തേക്ക് തെറിച്ചു. ചാർലി പെട്ടെന്ന് തന്നെ നിലത്ത് വീണ് കിടന്നിരുന്ന അവളെ പൊക്കി എഴുന്നേൽപ്പിച്ചു. ഇറ്റ്സ് ഓക്കെ, ഗെറ്റ് അപ്പ്. അവളെ എഴുന്നേൽപ്പിക്കുന്നതിനിടയിൽ ചാർലി പറഞ്ഞു. ആ ജീവി അവരെ നോക്കിക്കൊണ്ട് വീണ്ടും അലറാൻ തുടങ്ങി. പെട്ടെന്ന് അകലെ ഇരുട്ടിൽ നിന്നും വീണ്ടും അവർ മുൻപ് കേട്ട മുരൾച്ച കേൾക്കാൻ തുടങ്ങി. കൂട്ടം കൂട്ടമായി കേട്ട ആ മുരൾച്ചയുടെ ഗാംഭീര്യം അടുത്തെത്താൻ തുടങ്ങി. സമന്യ റൺ! അവളുടെ കൈകൾ പിടിച്ചുകൊണ്ട് ചാർലി ഓട്ടം ആരംഭിച്ചു. ദിശയറിയാതെ ദിക്കറിയാതെ അവരോടാൻ തുടങ്ങി. അവരുടെ പിന്നിലായി അവരെ പിന്തുടർന്ന് 20-ൽ പരം ജീവികളും. തേയിലച്ചെടികൾ കൊണ്ട് കാടുപിടിച്ച എസ്റ്റേറ്റിനുള്ളിലൂടെ വെളിച്ചത്തിന്റെ ഒരു തരിമ്പ് പോലുമില്ലാതെ അവർ പ്രാണരക്ഷാർത്ഥം ഓടിക്കൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞ് ചാർലി പിന്നിലേക്ക് നോക്കിയപ്പോ ആ ജീവികളെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. ചാർലിയും സമന്യയും ഓട്ടം മതിയാക്കി പതിയെ നടക്കാൻ തുടങ്ങി. രണ്ടുപേരും നന്നായി കിതയ്ക്കുന്നുണ്ടായിരുന്നു. ഇതിനേക്കാൾ ഭേദം ദിമിത്രിയുടെ കൈകളാൽ മരിക്കുന്നതായിരുന്നു. കിതപ്പിനിടയിൽ പിറുപിറുത്തുകൊണ്ട് ചാർലി പറഞ്ഞു. സമന്യ അത് കേട്ടപ്പോ അവനെ ഒന്ന് നോക്കിയതല്ലാതെ ഒന്നും തിരിച്ചു പറഞ്ഞില്ല. കിതപ്പ് അവസാനിപ്പിച്ചപ്പോ ചാർലി ജീപ്പിന്റെ അടുത്തേക്ക് തിരിച്ചു നടക്കാൻ തുടങ്ങിയതും സമന്യ അവനെ തടഞ്ഞു. നമ്മള് തിരിച്ചിപ്പോ ജീപ്പിന്റെ അടുത്തേക്ക് പോകുന്നത് നല്ലതായിരിക്കില്ലെന്ന എന്റെ മനസ്സ് പറയുന്നേ. നമ്മളെയും കാത്ത ജീവികൾ അവിടെ ഉണ്ടെങ്കിലോ? ചാർലിയുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് സമന്യ പറഞ്ഞു. ചാർലിക്കും അവൾ പറഞ്ഞത് ശരിയാണെന്ന് തോന്നി. വാ, നമുക്ക് മുന്നോട്ട് നടക്കാം. ആരെങ്കിലും സഹായത്തിന് ലഭിക്കാതിരിക്കില്ല. അവർ ആ തേയില കൊണ്ട് കാടുപിടിച്ച എസ്റ്റേറ്റിനുള്ളിലൂടെ മുന്നോട്ട് നടന്നു. വിചിത്രം തന്നെ. എന്തോ ആലോചിച്ചുകൊണ്ട് ചാർലി പറഞ്ഞു. എന്താ ചാർലി പറഞ്ഞേ? ചാർലി ഉദ്ദേശിച്ചത് മനസ്സിലാകാതെ സമന്യ അവനോട് ചോദിച്ചു. ഇവിടെ വന്നതിൽ പിന്നെ എല്ലാം വിചിത്രമായിട്ടല്ലേ നടക്കുന്നേ? ആദ്യം ആ ജീവി നമ്മളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത്, അതും നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരിനം ജീവി. പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന ആ നാക്ക് കാണുമ്പോ എനിക്ക് തോന്നുന്നത് ഭീമൻ പല്ലികളുടെ വിഭാഗത്തിൽപ്പെട്ട ഏതോ ഒരു ജീവിയാണെന്നാ. പക്ഷെ അതെങ്ങനെ ഈ കാട്ടി വന്നെന്നാ എനിക്കിപ്പോഴും മനസ്സിലാവാത്തേ. വർഷങ്ങൾക്ക് മുമ്പേ വംശനാശം സംഭവിച്ച ഭീമൻ പല്ലികൾ, അതും ഈ കാട്ടിൽ. ഒന്ന് നിർത്തിയ ശേഷം ചാർലി തുടർന്നു. അതുപോലെ ആ ബുള്ളറ്റിൽ വന്നയാൾ നിന്ന നിൽപ്പിലല്ലേ അയാൾ മാഞ്ഞുപോയത്? നമുക്ക് പോളങ്കലിനെ വിളിച്ച് നടന്നൊക്കെ പറഞ്ഞാലോ? വേണ്ട, അമ്മാവനെ വെറുതെ ടെൻഷൻ അടുപ്പിക്കേണ്ട ഈ രാത്രിയിൽ. കുറച്ചു ദൂരം അവർ ഇരുട്ടിലൂടെ മുന്നിലേക്ക് നടന്നു കാണും. സഹായത്തിന് ആളുകളെ തിരഞ്ഞ അവരുടെ കണ്ണുകളിൽ അകലെ നിന്നും വെളിച്ചം ദൃശ്യമായി. ചാർലി, ചാർലി അങ്ങോട്ട് നോക്കിയേ. അത് കണ്ടോ? അവിടെ ഒരു വെളിച്ചം. കുറച്ചു ദൂരം മുന്നിൽ കണ്ട ഒരു ബംഗ്ലാവിനുള്ളിലെ വെളിച്ചം കണ്ടപ്പോ സമന്യ പറഞ്ഞു. ഈ കാട്ടിലെ ബംഗ്ലാവോ? വെളിച്ചം കണ്ട സ്ഥലത്തേക്ക് നോക്കിക്കൊണ്ട് ചാർലി പറഞ്ഞു. പിന്നെ വൈകിയില്ല. അവർ വളരെ വേഗത്തിൽ തന്നെ ആ ബംഗ്ലാവിന്റെ മുന്നിലെത്തി. 24 MB മതിലിന്റെ മുകളിൽ എഴുതിയിരുന്നത് വായിച്ചുകൊണ്ട് ചാർലി പറഞ്ഞു. അതിനുശേഷം ബംഗ്ലാവിന്റെ ഗേറ്റ് തുറന്നുകൊണ്ട് ബംഗ്ലാവിന്റെ ഡോർ ലക്ഷ്യമാക്കിക്കൊണ്ട് അവർ ഇരുവരും നടന്നു. ഹലോ, ഹലോ, ഞങ്ങൾക്കൊരു സഹായം വേണമായിരുന്നു. പാതി ചാരിയിട്ടിരുന്ന വാതിൽ തുറന്നുകൊണ്ട് ചാർലി വിളിച്ചു. ആ സമയം ബംഗ്ലാവിന്റെ അകം പ്രൗഢിയോതുന്ന അലങ്കാര ലൈറ്റുകളുടെ വെളിച്ചം കൊണ്ടും പനിനീരിന്റെ മണം കൊണ്ടും നിറഞ്ഞു നിൽക്കുകയായിരുന്നു. പനിനീരിന്റെ വാസന നാസാരന്ധ്രങ്ങളിലൂടെ അകത്തേക്കെടുത്തുകൊണ്ട് രണ്ടുപേരും ആ ബംഗ്ലാവിന്റെ ഉടമയെ തിരഞ്ഞ് വീടിനുള്ളിലേക്ക് കടന്നു. അനുവാദം ചോദിക്കാതെ അകത്തേക്ക് കയറിയത് ശരിയായില്ല. പെട്ടെന്ന് ബംഗ്ലാവിന്റെ അകത്തളത്തിൽ നിന്ന് ഒരു സ്ത്രീയുടെ ശബ്ദം അവരുടെ കർണപടത്തിൽ പതിച്ചു. അവർ മുന്നിലേക്ക് നടന്നതും അവരുടെ മുന്നിലേക്ക് ഒരു സ്ത്രീരൂപം പെട്ടെന്ന് പ്രത്യക്ഷമായി. പെട്ടെന്ന് ആ സ്ത്രീയുടെ വരവ് പ്രതീക്ഷിക്കാത്തതിനാൽ സമന്യ ആ സെക്കൻഡ് ഒന്ന് ഞെട്ടി. അവരുടെ വെളുത്ത ശരീരത്തിന് ചേരുന്ന വെളുത്ത നിറമുള്ള ഗൗണായിരുന്നു ആ സ്ത്രീ ധരിച്ചിരുന്നത്. അതുപോലെ ഇരുവശങ്ങളിലേക്ക് ഒതുക്കിയിട്ട അവരുടെ മുടിയിഴകൾക്ക് തവിട്ട് നിറമായിരുന്നു. ചാർലിയെ നോക്കി അങ്ങനെ പറയുമ്പോ അവരുടെ കണ്ണുകളിൽ തീക്ഷ്ണതയും മുഖം പുഞ്ചിരിയുടെ കണികൾ പോലുമില്ലാതെ ഗൗരവം കൊണ്ട് നിറഞ്ഞിരുന്നു. ശരിയാണ്, ഞങ്ങള് അനുവാദം ചോദിച്ചില്ല. ക്ഷമിക്കണം, ഞങ്ങളൊരു അപകടത്തിൽപ്പെട്ടിരിക്കുക. ഞങ്ങൾ വന്നുകൊണ്ടിരുന്ന ജീപ്പിന്റെ ടയർ പൊടുന്നനെ പൊട്ടി. സ്റ്റെപ്പിന് മാറ്റിയിടുന്നതിനിടയിലാ ആ ജീവി ഞങ്ങളെ ആക്രമിച്ചത്. കൂട്ടം കൂട്ടമായ ജീവികൾ ഞങ്ങളെ പിന്തുടർന്നപ്പോ പ്രാണരക്ഷാർത്ഥം ഓടുകയായിരുന്നു അവിടെ നിന്ന്. ഈ ബംഗ്ലാവിന്റെ വെളിച്ചം കണ്ടപ്പോഴാ ഞങ്ങള് ഇങ്ങോട്ട് വന്നേ. ഇന്ന് ഒരു ദിവസത്തേക്ക് ഞങ്ങളിവിടെ തങ്ങാൻ അനുവദിക്കണം. നാളെ സൂര്യൻ ഉദിച്ച ഉടനെ ഞങ്ങൾ പൊയ്ക്കോളാം. ചാർലി ആ സ്ത്രീയോട് പറഞ്ഞു. ജീവികളോ? ആ സ്ത്രീ സംശയത്തോടെ ചാർലിയോട് ചോദിച്ചു. അതെ, നീണ്ട നാക്ക്, ചുവന്ന കണ്ണുകള്, മുതലയുടെ രൂപം. ആദ്യമായിട്ട് അതുപോലൊരു ജീവിയെ കാണുന്നേ. ജീവിയുടെ രൂപം ഓർത്തെടുത്തുകൊണ്ട് ചാർലി പറഞ്ഞു. ഒരു നിമിഷം ആ സ്ത്രീ എന്തോ ആലോചിച്ച ശേഷം ചാർലിയോട് പറഞ്ഞു. ആ കാണുന്ന മുറി നിങ്ങൾക്ക് ഇന്ന് ഉപയോഗിക്കാം. സൂര്യൻ ഉദിച്ചതും നിങ്ങൾ ഇവിടെ നിന്ന് പോണം. അവർ മുറി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചാർലിയോട് പറഞ്ഞു. ചാർലിയും സമന്യയും ആ സ്ത്രീ കാണിച്ചു കൊടുത്ത മുറി നോക്കി നടന്നു. പെട്ടെന്ന് മുൻവശത്തെ ഡോർ അടയുന്ന ശബ്ദം കേട്ടപ്പോഴാണ് ചാർലി പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയത്. അപ്പോഴവരുടെ പിന്നിൽ ആ സ്ത്രീ ഉണ്ടായിരുന്നില്ല.
ഷെടാ, അവരിതെങ്ങോട്ട് പോയി? പിറകിലേക്ക് നോക്കിക്കൊണ്ട് ചാർലി പറഞ്ഞു. അവരെങ്ങോട്ടെങ്കിലും പോട്ടെ, വാ നമുക്ക് കിടക്കാം. സമന്യ ചാർലിയെ പിടിച്ചു വലിച്ചുകൊണ്ട് മുറിയിലേക്ക് നടന്നു. യാത്ര ചെയ്തതുകൊണ്ടോ പിന്നീട് പ്രാണരക്ഷാർത്ഥം ഓടേണ്ടി വന്നതുകൊണ്ടോ എന്താണെന്നറിയില്ല, കിടന്നപ്പോൾ തന്നെ അവരിരുവരും ഉറക്കത്തിലേക്ക് വഴുതി വീണു. പെട്ടെന്നൊരു ശബ്ദം കേട്ടപ്പോൾ സമന്യ ഞെട്ടി എഴുന്നേറ്റു. വീണ്ടും കിടക്കുന്നതിനിടയിലാണ് നേരത്തെ കേട്ട അതേ ശബ്ദം അവർ കേൾക്കുന്നത്. ചാർലി, ചാർലി, ഒന്ന് എണീറ്റേ! അവൾ ഉറങ്ങിക്കിടന്നിരുന്ന ചാർലിയെ പതിയെ വിളിച്ചു. അവളുടെ വിളി കേട്ട് ചാർലിയും എഴുന്നേറ്റു. ആരോ കരയുന്ന ശബ്ദം കേട്ടോ? എഴുന്നേറ്റ് ചാർലിയുടെ കാതിൽ അവൾ പതുക്കെ പറഞ്ഞു. ചാർലിയും വികലമായി കേൾക്കുന്ന ആ കരച്ചിലിന് ചെവി കൊടുത്തു. കേട്ടോ ചാർലി, ആരോ സങ്കടം കൊണ്ട് കരയുന്നയാ. ചാർലിയും സമന്യയും പതിയെ ബെഡിൽ നിന്നും എഴുന്നേറ്റു. രണ്ടുപേരും പുറത്തുനിന്ന് കേട്ട കരച്ചിലിന് കാതുകൊടുത്ത് ശബ്ദം കേട്ട ദിക്കിലേക്ക് നടന്നു. ചാർലി പതിയെ ജനാല തുറന്ന് പുറത്തേക്ക് നോക്കി. കുറച്ചു ദൂരെയായി ഒരു രൂപം പിൻവശം തിരിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കരച്ചിലിന്റെ ഉറവിടം അവിടെ നിന്നാണെന്ന് അവർക്ക് മനസ്സിലായി. പുറത്തിരുട്ടായതിനാൽ ആ രൂപത്തിനെ വളരെ വികലമായിട്ടാണ് അവർക്കപ്പോൾ കാണാൻ കഴിഞ്ഞിരുന്നത്. ആരാണത്? എന്തിനാ അവര് കരയുന്നേ? ജനാല വിടവിലൂടെ നോക്കിക്കൊണ്ട് സമന്യ ചാർലിയോട് ചോദിച്ചു. അറിയില്ല, ഞാൻ പോയി നോക്കിയിട്ട് വരാം, നീ ഇവിടെ തന്നെ നിന്നാ മതി. സമന്യ മറുപടി പറയുന്നതിന് മുൻപേ ചാർലി ടോർച്ചെടുത്ത് ആ രൂപത്തിന്റെ അടുത്തേക്ക് നടന്നു. ചാർലി മുൻവശത്തെ ഡോറ് തുറന്ന് പുറത്തേക്ക് കടന്നതും ആ വാതിൽ ശക്തമായി വന്നടഞ്ഞു. അവന്റെ പിന്നിലായി വന്ന സമന്യ ആ വാതിൽ തുറക്കാൻ ശ്രമിച്ചെങ്കിലും അവൾക്കത് തുറക്കാൻ കഴിഞ്ഞില്ല. ചാർലി, ചാർലി! അവൾ ചാർലിയുടെ പേര് നീട്ടി വിളിച്ചെങ്കിലും അവൾക്ക് മറുപടിയൊന്നും ലഭിച്ചില്ല. ആ നിമിഷം മുതൽ ഭയത്തിന്റെ കണികകൾ പതിയെ പതിയെ അവളിലൂടെ ഇരച്ചു കയറാൻ തുടങ്ങി. അവൾ സർവ്വശക്തിയുമെടുത്ത് ആ വാതിൽ തുറക്കാൻ ശ്രമിച്ചു. പക്ഷേ അവൾക്ക് വാതിൽ തുറക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ ദേഷ്യവും ഭയവും ഉച്ചസ്ഥായിലെത്തിയപ്പോൾ അവൾ കൈകൾ കൊണ്ട് ആ വാതിലിൽ ആഞ്ഞു തല്ലി. ശേഷം കരഞ്ഞുകൊണ്ട് അവൾ ആ വാതിലിന് പിറകിൽ പതിയെയിരുന്നു. പെട്ടെന്നാണ് ആ ഡോറിൽ ശക്തമായി എന്തോ വന്നിടിക്കുന്ന ശബ്ദം അവൾ കേട്ടത്. ശബ്ദം കേട്ടതും അവൾ അറിയാതെ അവളിൽ നിന്നും പുറത്തേക്ക് വന്ന നിലവിളിയെ കൈകൊണ്ട് അടക്കി പിടിച്ചു. വീണ്ടും ആ ശബ്ദം ആ ഡോറിൽ വന്നിടിച്ചു. ആരാ? അവൾ അല്പം ധൈര്യം സംഭരിച്ചുകൊണ്ട് ചോദിച്ചു. പക്ഷേ അപ്പുറത്തുനിന്ന് മറുപടി ലഭിച്ചില്ല. നിശബ്ദത. കഷ്ടി ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം ബംഗ്ലാവിന്റെ ചില്ലുകൊണ്ട് തീർത്ത ജനാലകളിൽ ആരോ ശക്തമായി തട്ടുന്നതിന്റെ ശബ്ദം അവൾ കേട്ടു. അവൾ പതിയെ ആ ജനലൊന്നിന്റെ അടുത്തേക്ക് നടന്നു. അവൾ അതിന്റെ അടുത്തേക്കെത്തിയതും ശബ്ദം നിലച്ചതും ഒരുമിച്ചായിരുന്നു. അവൾ മടിച്ചു മടിച്ച് ആ ജനാലയുടെ വളരെ അടുത്തേക്ക് വന്നുകൊണ്ട് പുറത്തേക്ക് നോക്കി. നോക്കിയതും ഒരു കറുത്ത കൈ ആ ഗ്ലാസിന്റെ മുകളിൽ പെട്ടെന്ന് പതിച്ചു. ചാർലി! ഒരു നിലവിളിയിലൂടെ അവൾ നിലത്തേക്ക് തെറിച്ചു വീണു. ജനലിലൂടെ അവളെ നോക്കിക്കൊണ്ടൊരു കറുത്ത രൂപം അട്ടഹസിച്ചു. അവൾ ആ രൂപത്തിന്റെ കണ്ണിനു പകരമുണ്ടായിരുന്ന നീണ്ട കുഴിയിലേക്ക് നോക്കുന്നതിനിടയിലാണ് ആ രൂപം അപ്രത്യക്ഷമായത്. അവൾ നിലത്തുനിന്ന് എഴുന്നേൽക്കുന്നതിനിടയിലാണ് ആ ബംഗ്ലാവിലെ വെളിച്ചം നിലച്ചത്. അതോടൊപ്പം നേരത്തെയുണ്ടായിരുന്ന പനിനീരിന്റെ മണവും ഇല്ലാതെയായി. ഇരുട്ടിൽ തട്ടി വീഴാതെ മുൻപോട്ട് നടക്കുന്നതിനിടയിലാണ് തൊട്ടപ്പുറത്തെ മുറിയിൽ ആരോ വികലമായി സംസാരിക്കുന്നത് അവൾ കേൾക്കുന്നത്. സമന്യ, മുന്നോട്ട് വാ, ഞാൻ ഇവിടെയുണ്ട്. തൊട്ടപ്പുറത്തെ മുറിയിലേക്ക് നടക്കുന്നതിനിടയിൽ അവൾ അവളുടെ പേര് ചൊല്ലി വിളിക്കുന്നത് കേട്ടു. അവൾ കേട്ട ശബ്ദം ചാർലിയുടേതായിരുന്നു. ചാർലി, ചാർലി എവിടെയാ? അവൾ മുന്നിലേക്ക് നടക്കുന്നതിനിടയിൽ പറഞ്ഞു. ശബ്ദം കേട്ട സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ആരെയും അവൾക്ക് കാണാൻ കഴിഞ്ഞില്ല. സമന്യ, മുന്നോട്ട് വാ, ഞാനിതാ ഇവിടെ. ചാർലിയുടെ ശബ്ദം വീണ്ടും കേട്ടു. ചാർലി, എനിക്ക് പേടിയാവുന്നു, എന്തിനാ ഈ ഒളിച്ചുകളി? അവൾ വീണ്ടും മുന്നിലേക്ക് നടന്നു. പെട്ടെന്ന് അവളുടെ കുറച്ചു മുന്നിലൂടെ ആരോ നടന്നു പോകുന്നത് പോലെ അവൾക്ക് തോന്നി. അവളത് ചാർലിയാണെന്ന് കരുതി ആ രൂപത്തിന് പിന്നാലെ ഓടിയെങ്കിലും രൂപം ഇരുട്ടിൽ മറഞ്ഞിരുന്നു. അപ്പോൾ ചാർലി, ചാർലി! അവൾ ഉറക്കെ ചാർലിയുടെ പേര് വിളിക്കാൻ തുടങ്ങി. സമന്യ, പേടിച്ചോ? ഞാനിതാ ഇവിടെ. അവൾ തിരിഞ്ഞു നോക്കി. അതാ ജനാലയുടെ അപ്പുറത്തായി ചാർലി നിൽക്കുന്നു. അവൾ വേഗം ആ ജനാലയുടെ അടുത്തേക്ക് ഓടി. ചാർലി, ഞാൻ ആകെ പേടിച്ചുപോയി. അവിടെ ഒരു രൂപം. ജനാലയൊന്ന് തുറന്നുകൊണ്ട് പുറത്തു നിൽക്കുന്ന ചാർലിയെ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. പെട്ടെന്ന് പുറത്തു നിന്നിരുന്ന ചാർലി അവളെ നോക്കി അട്ടഹസിച്ചു ചിരിച്ചു. അവൾ നോക്കി നിൽക്കെ അവന്റെ വെളുത്ത മുഖം പതിയെ കറുത്തു നിറമാവാൻ തുടങ്ങി. അവന്റെ കണ്ണുകളുടെ സ്ഥാനത്ത് അവൾ കണ്ടത് നീണ്ട 2 കുഴികളായിരുന്നു. അവന്റെ വായ പതിയെ തുറന്നതും അതിൽ നിന്നും കറുത്ത പുഴുക്കൾ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. ആ പുഴുക്കൾ അവന്റെ ദേഹത്തിലൂടെ ഇഴഞ്ഞു പോകുന്ന കാഴ്ച കണ്ടതും അവൾ ഭയത്തോടെ ജനാല വലിച്ചടച്ചു. ഹിഹിഹിഹിഹി. ആ രൂപം അവളെ നോക്കി വീണ്ടും ചിരിച്ചുകൊണ്ട് അപ്രത്യക്ഷമായി. അവൾ ഭയത്തോടെ എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് മുന്നിലെ വാതിലിൽ ആരോ തട്ടുന്ന ശബ്ദം വീണ്ടും കേട്ടത്.
സമന്യ, വാതില് തുറക്ക്, ഇത് ഞാനാ ചാർലി. പുറത്തുനിന്ന് ചാർലിയുടെ ശബ്ദം. അവൾ വാതിലിന്റെ അടുത്തേക്ക് ഓടി. അവൾ വീണ്ടും ആ വാതിൽ തുറക്കാൻ ശക്തിയായി ശ്രമിച്ചെങ്കിലും തുറക്കാൻ കഴിയാതെ വിഷമിച്ചു. ചാർലി, ഈ വാതിൽ തുറക്കുന്നില്ല. അവൾ ചാർലിയോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇപ്പൊ തുറന്നു നോക്കിയേ, തുറക്കപ്പെടും. ചാർലി മറുപടി പറഞ്ഞു. അവൾ അപ്പോൾ തന്നെ ശക്തമായി വാതിലിൽ പിടിച്ചുകൊണ്ട് പിറകിലേക്ക് വലിച്ചു. ആ വലിയ വാതിൽ തുറക്കപ്പെട്ടു. വാ, പുറത്തേക്ക് വാ. പുറത്തു നിന്നിരുന്ന ചാർലി അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വാതിൽ തുറന്ന് പുറത്തേക്ക് കടക്കുന്നതിനിടയിൽ സമന്യ ചാർലിയുടെ മുഖത്തേക്ക് നോക്കി. വാ, പുറത്തേക്ക് വാ, ചാർലി വീണ്ടും അവളോട് പറഞ്ഞു. ചാർലിയുടെ പെരുമാറ്റത്തിൽ എന്തോ സംശയം തോന്നിച്ച സമന്യ മുൻപോട്ട് വെച്ച കാൽ പിന്നിലേക്ക് വെച്ചു. അല്ല, ഇത് ചാർലി അല്ല. ഒരു സംശയത്തോടെ അവൾ ചാർലിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. നിന്നോട് പുറത്തേക്ക് വരാനല്ലേ പറഞ്ഞേ? ചാർലി അവളെ നോക്കി ആക്രോശിച്ചു. ഇല്ല, ഞാൻ വരില്ല. അവൾ ആ വാതിൽ കൊട്ടിയടയ്ക്കാൻ നോക്കിയപ്പോൾ വാതിൽ ഒരു ഇഞ്ചു പോലും അനങ്ങാതെ അങ്ങനെ തന്നെ നിന്നു. നീ വരില്ല? പുറത്തേക്ക് നീ വരില്ല? നിന്നെ ഞാൻ വരുത്തും. അവളുടെ മുന്നിൽ നിന്നിരുന്ന ചാർലി അവളെ നോക്കി അട്ടഹസിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ആ ബംഗ്ലാവിലെ ലൈറ്റുകൾ വീണ്ടും പ്രകാശിക്കാൻ തുടങ്ങുകയും ബംഗ്ലാവിനുള്ളിൽ പനിനീരിന്റെ മണം നിറയുവാനും തുടങ്ങി. പെട്ടെന്ന് അവൾ മോഹാലസ്യപ്പെട്ടുകൊണ്ട് നിലത്തേക്ക് പതിച്ചു. തുടരും.